So next is property of convolution, that is Fourier transform of x of t x of omega ആണ്, y of t യുടെ Fourier transform y of omega ആണ്. Then z of t equal to x of t convolution y of t ആണെങ്കിൽ അതിൻ്റെ Fourier transform എന്ന് പറയുന്നത് എന്തായിരിക്കും? z of omega which is equal to x of omega into y of omega. അതായത് ഇത്രയേ ഉള്ളൂ. x of t convolution y of t ആണെങ്കിൽ അതിൻ്റെ Fourier transform എന്ന് പറയുന്നത് x of omega into y of omega. ഇത് നമ്മൾ വേറെ ട്രാൻസ്ഫോംസിനകത്തും പഠിക്കുന്ന സെയിം പ്രോപ്പർട്ടിയാണ്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയത് x of t convolution y of t യുടെ എന്താണ് Fourier transform, that is z of omega equal to integral minus infinity to infinity x of t convolution y of t e raised to minus j omega t dt. ഇനി എന്ത് ചെയ്യുക? കൺവല്യൂഷൻ്റെ ഇക്വേഷൻ എഴുതാം. സോ ഇൻ്റഗ്രൽ ടോ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ ബാക്കി ടേംസ്. ഇനി എന്ത് ചെയ്യുക? ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈ ഇൻ്റഗ്രേഷൻ ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ്. ഇൻ്റഗ്രൽ ടോ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു ഈ ഇൻ്റഗ്രൽ ഉള്ളിലേക്ക് എടുത്തു. ഇത് ടിയുടെ വേരിയബിൾ ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ലേ. സോ ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് ടി മൈനസ് ടോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ ഇത്രയും ടിയുടെ ടേംസ് ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? എക്സ് ഓഫ് ടോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഡി ടോ ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? ഞാനതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ടി മൈനസ് ടോ ഈക്വൽ ടു ലാംഡ. അങ്ങനെയാണെങ്കിൽ ഡി ടി എന്ത് വരും? ഡി ലാംഡ എന്ന് വരും. Now we can substitute z of omega equal to integral x of omega x of tau integral tക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ലാംഡ, ബിക്കോസ് ടോ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്. ടോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇപ്പം ടി വേരി ചെയ്യുന്ന അനുസരിച്ച് വേരി ചെയ്യുന്ന ആരാണ്? ലാംഡയാണ്, ടോ അല്ല. സോ ലാംഡ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി മൈനസ് ടോ ഇസ് ലാംഡ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ. ടിക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ടോ പ്ലസ് ലാംഡ ഡി ടോ. സോ എന്താ എഴുതാം? ഇത് ടോയുടെ ടേം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ടോയുടെ ടേം ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ ഇൻ്റഗ്രൽ ടോ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ ഇൻറ്റു ലാംഡയുടെ ടേംസും എഴുതി. ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ ആണ്. ദിസ് ഇസ് വൈ ഓഫ് ഒമേഗ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു x of omega into y of omega. So next is modulation property. നമ്മൾ തൊട്ട് മുന്നേ എന്തായിരുന്നു പറഞ്ഞത്? എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു അല്ലേ. ഇവിടെ എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/2π എക്സ് ഓഫ് ഒമേഗ കൺവല്യൂഷൻ വൈ ഓഫ് ഒമേഗ. ഒരു കാര്യം ഓർക്കുക, എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി ആയിരുന്നെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു വൈ ഓഫ് ഒമേഗ എന്ന് വരുമായിരുന്നു. ഇവിടെ എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് സി. ഇപ്പോൾ സെഡ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്? എക്സ് ഓഫ് ടീനെ ഫൊറിയർ കോഎഫിഷ്യൻറ്റിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒമേഗ ഒരു ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒമേഗയ്ക്ക് പകരം ഞാനിവിടെ ലാംഡ കൊടുത്തു. അതായത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ലാംഡ ഇ റൈസ് ടു ജെ ലാംഡ ടി ഡി ലാംഡ. ഇത് ചെയ്തേക്കുന്ന എന്തിനാണ്? ഇത് ശരിക്കും എക്സ് ഓഫ് ടീനെ ഞാൻ ഫൊറിയർ ട്രാൻസ്ഫോം കോഎഫിഷ്യൻറ്റിൽ എഴുതിയേക്കാണ്. നമ്മൾ നോർമലി എഴുതുമ്പോൾ എക്സ് ഓഫ് ഒമേഗ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഒമേഗ ഇവിടെ മാറിപ്പോകാതിരിക്കാനാണ്, ഈ സെഡ് ഓഫ് ഒമേഗ ഇതും കൂടെ മാറാതിരിക്കാനാണ് ലാംഡ എന്ന് എഴുതിയേക്കുന്നത്. സോ അതിനെ ഞാൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/2π എക്സ് ഓഫ് ടിക്ക് പകരം എന്താ എഴുതി? 1/2π ഇത്രയും ടേം ഇൻറ്റു വൈ ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. എക്സ് ഓഫ് ടിയെ മാത്രം ഞാൻ എന്താ എഴുതി? ഫൊറിയർ കോഎഫിഷ്യൻറ്റിൻ്റെ ടേംസിൽ എഴുതി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് ഓഫ് ലാംഡ ഇങ്ങോട്ട് എടുത്തു, ലാംഡയുടെ ഇൻ്റഗ്രൽ ഇങ്ങോട്ട് എടുത്തു. എക്സ് ഓഫ് ലാംഡ ഇ റൈസ് ടു ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് ടി. രണ്ട് എക്സ്പൊണൻഷ്യൽ ടേമും ലെന്നും എന്തെഴുതി? മൈനസ് ജെ ഇൻറ്റു ടി കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇത്രയും സാധനം എന്ന് പറയുന്നത് എന്താണ്? നോക്കിയേ, ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഇൻറ്റു ഒമേഗ മൈനസ് ലാംഡ ഇൻറ്റു ടി ഡി
ടി. ഇത്ര എനിക്ക് എന്ത് എഴുതാം? വൈ ഓഫ് ഒമേഗ മൈനസ് ലാംഡ. വൈ ഓഫ് ഒമേഗ ആയിരുന്നെങ്കിൽ എന്ത് വരും? വൈ ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇവിടെ ഒമേഗ മൈനസ് ലാംഡ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ എഴുതി. Now, which is equal to എക്സ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം. വൈ ഓഫ് ഇതെന്ന് പറയുന്നത് എന്താണ്? വൈ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം. എക്സ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം. ഇതെന്ന് പറയുന്നത് ഈ ഒരു ടേം. ഇനി ഇവിടെ നോക്കിയേ, ഈ 1/2π പോയിട്ട് ബാക്കി നോക്കിയേ. ഇൻ്റഗ്രൽ ലാംഡ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ലാംഡ വൈ ഓഫ് ഒമേഗ മൈനസ് ലാംഡ ഡി ലാംഡ. നമ്മുടെ കൺവല്യൂഷൻ ഇക്വേഷനിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇൻ്റഗ്രൽ എക്സ് ഓഫ് ടോ ഇൻറ്റു വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഇതിനെനിക്ക് അങ്ങനെ എഴുതാം, എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് എക്സ് ഓഫ് ടോ ഇൻറ്റു വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കൺവല്യൂഷൻ്റെ ഇക്വേഷനാണ് എഴുതിയേക്കുന്നത്. ടോയ്ക്ക് പകരം എന്ത് എഴുതിയിട്ടുണ്ട്? ലാംഡ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ എക്സ് ഓഫ് ഒമേഗ കൺവല്യൂഷൻ വൈ ഓഫ് ഒമേഗ എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? 1/2π എക്സ് ഓഫ് ഒമേഗ കൺവല്യൂഷൻ വൈ ഓഫ് ഒമേഗ. ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടൈം ഡൊമൈൻ ഈസ് ഈക്വൽ ടു കൺവല്യൂഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ.